കടന്നു നൽകിയ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പാട്ട് പാടണമെന്നുണ്ട്. എന്നോട് ചേർന്ന് പാടാൻ ഞാൻ പാട്ട് പണ്ട് പാടിയിട്ടുണ്ട്, ഇപ്പോൾ പാടാറില്ല. ഞാൻ ഇഷ്ടമിനോട് ചേർന്ന് പാടാനുള്ള പ്രാപ്തിയിൽ എനിക്കുള്ളത് ഈ പരസ്യവത്തിന് പ്രസംഗിച്ച് വന്നുകൊണ്ട് ആ ഹൈ പിച്ചിലായിരിക്കും ഞാൻ പാടുന്നത്. അറിയാവുന്നൊരു പാട്ടാണ്. ഞാൻ തുടങ്ങാൻ നിങ്ങൾ ചേർന്നൊക്കെ പാടിയാൽ മതി. അനുഭവമുള്ളൊരു കൈവക്കുന്നതിന് വിരോധമില്ല, അല്ലെങ്കിൽ പറയുന്നതിന് എനിക്ക് വിരോധമില്ല. ഒന്ന് ദൈവസന്നിധിയിൽ സമയം പോയെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ ഒതുക്കാൻ ശ്രമിക്കാം. നന്മയല്ലാതൊന്നും ചെയ്തിടാത്ത തിന്മയാകെ വായിക്കുന്നവൻ എല്ലാവരിലും വലിയവനായ കർത്താവിനെ 66 വർഷങ്ങൾ മുമ്പ് കണ്ടുമുട്ടുവാൻ ദൈവഭാഗ്യത്തിന് സകലത്തിനും മതിയായവനായ കർത്താവിന്റെ പുറകിൽ ഇറങ്ങി തിരിച്ചിട്ട് 54 വർഷമായി ഒന്നിനും പോരാത്തവനായി ഇതുവരെ അവൻ ഇരുന്നിട്ടില്ല. ആ കർത്താവിനെ സേവിപ്പാനും സ്നേഹിപ്പാനും അതിന്റെ പുറകെ ഇറങ്ങി തിരിപ്പാനും കർത്താവ് ഭാഗ്യം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. കൂടുതലായിട്ട് സാക്ഷ്യമൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. സാക്ഷ്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ആവർത്തിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. 70-ലാണ് ഞങ്ങൾ ട്രെയിനിങ് സെന്റർ അവിടെ തുടങ്ങിയത്. ഒരു ചെറിയ കെട്ടിടത്തിന്റെ ഉള്ളിൽ അറിയാവുന്നവരും അവിടെ വന്നിട്ടുള്ളവരും ഒക്കെ ഒത്തിരി ഇരിപ്പുണ്ട്. കാലകാലമൊക്കെ ഇവിടെ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം എന്തോ ഞാൻ പറയുന്നത്. ഒരു കൊച്ചു കെട്ടിടം 45 അടി നീളം, 20 അടി വീതിയൊരു കെട്ടിടം, സൈഡിലൊരു ചാർത്ത്. വിദ്യാർത്ഥികൾ താമസിച്ച് അവിടെ സഭായം നടന്ന് അവിടെ 3 നേരം നടന്ന് വീട്ടിൽ വന്നിട്ടുള്ള ആഹാരം കഴിക്കാൻ 3 നേരം വരണം. അങ്ങനെയാണ് തുടങ്ങിയത്. 27 വിദ്യാർത്ഥികളുമായിട്ട് സെപ്റ്റംബർ 22-ാണ് ക്ലാസ് ആരംഭിക്കുന്നത്. ആ തുടങ്ങിയ തുടക്കമാണ് ദൈവം തമ്പുരാൻ ഇവിടെ കൊണ്ടെത്തിച്ചത്. 79-ൽ റേഡിയോ പ്രോഗ്രാം തുടങ്ങിയപ്പോഴാണ് ആദ്യമായിട്ടൊരു എക്സ്റ്റൻഷൻ പ്രോഗ്രാം അവർക്ക് വേണ്ടി മാത്രം എഴുതി ഉണ്ടാക്കിയത്. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയും അധ്യാപകരെല്ലാം കൂടി എഴുതിയിട്ടാണ് ഇങ്ങനൊരു ക്ലാസ് തുടങ്ങാൻ ഇടയായി തീർന്നത്. ഇത് 4ാമത്തെ ഗ്രാജുവേഷൻ നടക്കുമെന്ന് അറിയാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. 5ാമത്തെ ദൈവത്തോട് സ്തുതിക്കട്ടെ. കഴിഞ്ഞ 4 വന്നിട്ടുണ്ടായിരുന്നു. 79-ലാണ് അവസാനം, 2009-ലാണ് അവസാനത്തോടെ വന്നത്. ഇതിൽ ഒരു പ്രാവശ്യം വരാൻ ദൈവം ആരോഗ്യം തന്നു, വീസായി കിട്ടി, ഇതുവരെയായി തീർന്നു. ഞാൻ ബഹ്റൈനിലായിരുന്നു കഴിഞ്ഞ വീക്കെൻഡിൽ. അപ്പം ഞാൻ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ യോഗം കഴിയുമ്പോഴാണ് അവിടെ പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്തതായ ഭാര്യ ഭർത്താവിന് എൻ്റെ അടുത്ത് വന്നത്. എവിടെ പോകാമെന്നറിയാമോ? ടിബറ്റിലും ബർമ്മയിലും പോകാനാണ് അവർക്ക് വിളി. നാളെ ഒരു പുറപ്പെടുകയാണ്. എല്ലാം കളഞ്ഞേച്ച് അവിടെ പോവുകയാണ്. അവിടെ ബൈബിൾ സ്കൂളിൽ പഠിച്ച ഒരു കുടുംബം. എൻ്റെ കണ്ണെന്ന് പറഞ്ഞു. ഇതിലാണ് ഞാൻ അധ്വാനിക്കുന്നത്. ഒരാൾ പുസ്തകം എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പോകാനിടയായി തീരുമെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്നവരാണ് ഞാൻ. പ്രശ്നങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും
ഒക്കെ ധാരാളം ഇതിനുള്ള അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അവർ ശുശ്രൂഷിക്കുന്ന സഭയിൽ ചെല്ലുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത്. അവിടെ ഇരുന്ന് ഞാൻ കരയും. കാരണം ഇതിൻ്റെ പുറകിൽ പ്രാർത്ഥിക്കുവാനും അധ്വാനിക്കുവാനും പണമുണ്ടാക്കുവാനും എല്ലാ നിലയിലും ഉള്ള കൃതികളെ ചെയ്യുവാൻ ദൈവം നമ്പുരാൻ കൃപ തന്ന് ഇത്രത്തോളം കൊണ്ടുവന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നത് പോലെ തന്നെ 3000-ലധികം ശുശ്രൂഷകന്മാർ ലോകത്തിന് ഏത് കോണിൽ ചെന്നാലും ഉണ്ട്. കാരണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ നില ദൈവം തമ്പുരാൻ ഇത്രത്തോളം കൊണ്ടുവന്നു. ഒത്തുമുട്ടുകൾ വളരെ ഉണ്ട്, സാമ്പത്തിക ആവശ്യങ്ങൾ വളരെ ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ ദൈവം തമ്പുരാൻ കാക്ക അയച്ച കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കാക്കയാവുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. ദൈവം നിങ്ങളോട് പറഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി തരാൻ പറഞ്ഞാൽ ഒരു 8 മണി നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് പൈസ കിട്ടി നോക്കത്തുള്ളൂ. പറഞ്ഞ വഴി തന്നാൽ ഇല്ലേ തരണ്ട, കുഴപ്പമൊന്നുമില്ല. അതില്ലെങ്കിൽ എൻ്റെ ദൈവം തമ്പുരാൻ മത്സ്യത്തിൻ്റെ വായിൽ വെക്കാൻ കഴിവുള്ളവനാണ്. എവിടെയെങ്കിലും ദൈവം തമ്പുരാൻ കർത്താവായാൽ ആ കാര്യങ്ങൾ ചെയ്തുകൊള്ളെന്ന് പറഞ്ഞ് ആ ഭാഗം ഞാൻ വിടട്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വളരെ നന്ദി. സാമ്പത്തികമായിട്ട് നോർത്ത് ഇന്ത്യയും സൗദി സമാജത്തിലും മറ്റു പലതരം സഹായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതിനെല്ലാം വളരെ നന്ദിയുള്ളവരാണ് ഞാൻ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം പ്രതിഫലം തരും. കാരണം 2 കാശിട്ടത് കണ്ട ഒരു കർത്താവുണ്ടല്ലോ, അല്ലേ? 2 കാശിട്ടത്, അതാണ് കർത്താവ് ശ്രദ്ധയപ്പെട്ടത്. കെട്ടുകിടങ്ങിട്ടവരല്ല, കാരണം അവർക്ക് അതേ ഉള്ളായിരുന്നു. അധികം കർത്താവ് നോക്കി എന്നതുപോലെ എന്ത് ചെയ്താലും ഇതിനെല്ലാം പ്രതിഫലം തരുന്നൊരു ദൈവമുണ്ട്. ഒരു വിദ്യാർത്ഥി നിങ്ങളുടെ സഹായം മുഖാന്തരം പഠിച്ച് പുറത്തിറങ്ങി കർത്താവിന് വേല ചെയ്ത് ഒരാത്മാവ് രക്ഷിക്കപ്പെട്ടാൽ നിങ്ങളുടെ പണം നഷ്ടമല്ല. സർവ്വ ലോകത്തെക്കാളും വലിയ സമ്പാദ്യങ്ങൾ നേടുകയാണ് ചെയ്യുന്നത്. വേറെ വൃഥാ ചെലവിടുന്നതല്ല. കാരണം we are investing the money in the life of a young man or a woman. ഒരു യുവാവിന്റെ ജീവിതത്തിൽ പണം ചെലവാകുന്നു. അവരിറങ്ങിപ്പോയി കർത്താവിന് വേല ചെയ്യുന്നു. കുറെ കൂടെ തുറന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള എല്ലാ ബൈബിൾ സ്കൂളിലും 6, 7, 8 പേരാണ് അധ്യാപകർ. കുമ്പനാട്ട് ചെയ്യുന്ന 9 പേരുണ്ട്. മണക്കാട് ഗ്രാജുവേറ്റ് ചെയ്തു പോയത്. അവിടെ പോയി അങ്ങ് അറ്റം വരെ കിടക്കുക. ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിയതെങ്കിലും ദൈവം തമ്പുരാൻ വഴി നടത്തിയ വഴിയുടെ ഓർത്ത് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. എന്നെ കൂടെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇന്നും ഒക്കത്തില്ല. എന്നാൽ ദൈവം തമ്പുരാൻ ഇത്രത്തോളം നടത്തിക്കൊണ്ടുവന്നു. ചരിത്രത്തിൽ പറയുന്നുണ്ടല്ലോ, ഞാൻ നടന്നതല്ല നീ എന്നെ നടത്തിയതാ, ഞാൻ നിന്നതല്ല നീ എന്നെ നിർത്തിയതാ. ഇതുപോലെ നമ്മുടെ അടുത്ത് ആ ചിന്ത വരാവും. നമുക്ക് നടക്കാനൊക്കത്തില്ല, ദൈവം തമ്പുരാൻ നടത്തിയുള്ളൂ. നമുക്ക് തന്നെ നിൽക്കാൻ ആരെ കൊണ്ടും നടക്കത്തില്ല. ഒക്കെ നിങ്ങൾ തോന്നുമെങ്കിൽ നടക്കത്തോന്നുമില്ല. എന്നാൽ ആര് നിർത്തണം? കർത്താവ് നിർത്തണം. കർത്താവ് നിർത്തുന്നതുകൊണ്ടാണ് നമ്മളെല്ലാം ഇന്ന് രാത്രിയോട് വന്നിരിക്കുന്നത്. കർത്താവ് ഇന്ന് പകൽക്കാലം നടത്തിയതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇവിടെ വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വഴിയില് ദൈവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കിട്ട് എന്തിനു വേണ്ടിയാണ് വന്നത്? ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മാത്രം. ചുരുങ്ങിയ സമയം അല്പം കാര്യം പറയാൻ എൻ്റെ മനസ്സിൽ താല്പര്യമുണ്ട്. നമുക്ക് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. സ്വോത്രം പറയുന്നത് എനിക്ക് വിരോധമില്ല. കുറെ മനസ്സിൽ തോന്നിയാൽ ഞാൻ എന്തായാലും കൈവീശി സ്വോത്രം പറയുന്നില്ല. അത് ഭാരപ്പെട്ട കാര്യമില്ല. സ്വോത്രം അകത്തുണ്ടെങ്കിൽ തുടക്കം പറഞ്ഞാൽ കുഴപ്പമില്ല. അതുകൊണ്ട് പ്ലീസാ കേട്ടോ. ഈ സ്വോത്രമൊക്കെ പറഞ്ഞ് ഒന്ന് സന്തോഷിക്കുക ചെയ്യുമെന്ന് പറഞ്ഞാൽ അകത്തൊരു വിടുതലുണ്ടാകും. ഒരിക്കലും ഒരു കാലിഫോർണിയയിൽ ആശുപത്രി ചെന്ന് പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് 3 മാസം ജീവിക്കാൻ അവകാശമുള്ളത്. ആ പുള്ളി എന്തെന്നറിയാമോ? ആശുപത്രിയിൽ ഡിസ്ചാർജ് വാങ്ങിച്ചിട്ട് ഹോട്ടലിൽ മുടിയെടുത്തു. ടി.വി. അവിടെ ഓടിച്ച് ഒത്തിരി കോമിക്കുകളുണ്ട്, ഒത്തിരി ചിരിപ്പിക്കുന്ന കോമിക്കുകളെല്ലാം ഉണ്ട്. ഇതെല്ലാം കണ്ട് നേരത്തെ കൊണ്ട് ചിരിക്കാനും തുടങ്ങി. 3 മാസം ഉള്ളത് കണ്ടായിരുന്നു. അതിനോട് ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് ആരാന്നറിയാമോ? അവിടുത്തെ കോളേജിലെ ഒരു ഡോക്ടറാ. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാക്കി. അച്ഛനുണ്ടോ? പ്രിയപ്പെട്ടവര് വിഷമിച്ചിരിക്കുന്നതിനേക്കാൾ ഒന്ന് സന്തോഷിച്ചൊന്ന് ചിരിച്ച ഒരു സ്വപ്നമൊക്കെ നമുക്കൊരു വിടുതല. ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ഒരു ഗുണം ഉണ്ടാകത്തില്ല. നമ്മുടെ അകത്ത് ഇതെല്ലാം കളഞ്ഞു കുടിച്ചേച്ച് ഒരു സ്വോത്രമൊക്കെ എന്ന് പറഞ്ഞ് സന്തോഷിച്ചു പോയാൽ മനസ്സിന് സന്തോഷമായി, ശരീരത്തിനും ആരോഗ്യമാണ്, ഒരു വിടുതലുമായിരിക്കും. അതുകൊണ്ട് ദൈവത്തിൽ വന്നിരിക്കുന്നെങ്കിൽ നമ്മൾ എപ്പോൾ സന്തോഷിക്കണം. ചിരിക്കുന്നൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. കളിയാക്കി ചിരിക്കരുതെന്നേ ഉള്ളൂ. ശരിയായിട്ടൊക്കെ ചിരിച്ചാൽ അത് കുഴപ്പമില്ല. വാക്കിന്റെ ശക്തിയെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നത്. വാക്കിന്റെ ശക്തി.
ഏത് വിഷയത്തിനും ഒരു പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട് അല്ലേ? പോസിറ്റീവ് ഇലക്ട്രിസിറ്റിക്ക് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. പെസിമിസം ഉണ്ട്, ഒപ്റ്റിമിസം ഉണ്ട്. വിശ്വാസമുണ്ട്, അവിശ്വാസമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിന്റെയും നെഗറ്റീവ് സൈഡ് നമ്മൾ കാണത്തുള്ളൂ. പോസിറ്റീവ് കാണുന്നവരല്ല, ചുരുക്കമാണ് കാണുന്നത്. എന്നാൽ നെഗറ്റീവ് അല്ല കാണുന്നത്, പോസിറ്റീവ് നമ്മൾ കാണേണ്ടത്. നെഗറ്റീവിലോട്ട് നമ്മൾ നോക്കേണ്ടത്, പോസിറ്റീവിലാണ് നോക്കേണ്ടത്. അസാധ്യങ്ങളെ കുറിച്ചല്ല പറയേണ്ടത്, സാധ്യതയെ കുറിച്ച് നമ്മൾ പറയേണ്ടത്. അങ്ങനെ ദൈവത്തിന്റെ പൈതല് നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ വരുന്ന സമയത്തും നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ അതിന്റെ ന്യൂനവശങ്ങൾ കണ്ടുപിടിക്കുന്നതിനേക്കാൾ സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങാം. സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സാധ്യതകളിലേക്ക് നടത്തുന്നവനാണ് ദൈവം. അതെല്ലാം നമ്മുടെ വാക്കിന്റെ കയ്യിലായിരിക്കുന്നത്. സപ്പോസ് ഞാൻ ആശുപത്രി ചെന്നു, ഡോക്ടറെ കണ്ടില്ല പരിശോധിപ്പിക്കാൻ വേണ്ടി. ഞാൻ സന്തോഷത്തോടാണ് ചെന്ന്, വലിയ കുഴപ്പമൊന്നുമില്ല, ഒത്തിരി ജലദോഷമൊക്കെ ഉള്ളൂ. ചെന്ന് ഞാൻ ഡോക്ടർ പരിശോധിച്ച് പറയാം, ക്യാൻസറാണ്, 6 മാസം ജീവിക്കാൻ ഒക്കത്തുള്ളൂ. എന്റെ ഫീലിംഗ് എന്തുമായിരിക്കും? വേറൊരു ഡോക്ടറെ കണ്ടു, ക്യാൻസർ എന്ന് വെച്ചാൽ അവിടെ ചെന്ന് ഡോക്ടർ ഇയാൾക്കൊരു കുഴപ്പമില്ല, വീട്ടിൽ പോകണം പറഞ്ഞു. എന്തായാലും രണ്ടുപേരുടെയും ചിന്താഗതി ഒരു വാക്കല്ലേ? അപ്പൊ ജഡ്ജിയിരിക്കുന്നുണ്ട്, ബെഞ്ചിലോട്ട് ഒരാൾ ചെന്ന് അയാളെ വിചാരിച്ച് തൂക്കി കൊല്ലുന്ന അയാൾ പറഞ്ഞതിനെ വെറുതെ വിട്ടിരിക്കുന്നത്. എപ്പോ തിരിച്ചുവിടുന്ന ചിന്തയിൽ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ നിന്നെ തൂക്കിക്കൊല്ലാന്ന് വെച്ചെന്ന് പറയും. എന്തായിരിക്കും അവരുടെ ചിന്ത? ഇതൊരു വാക്കല്ലേ? അല്ലെ, ഒരു വാക്കല്ലയോ? അല്ലെ, ശ്രദ്ധിക്കണേ, ഒരു വാക്കല്ലേ? ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിച്ചു കുഴപ്പമൊന്നും ഒരു വാക്കല്ലേ? 2 വാക്യം വായിക്കണം. സദൃശവാക്യം 18-ാം അധ്യായം 21-ാം വാക്യം വാക്യം. സദൃശവാക്യം 18-ാം അധ്യായം 21-ാം വാക്യവും മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 36-37 വാക്യങ്ങൾ വായിക്കണം. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിന് ഫലം അനുഭവിക്കുന്നു. മരണവും ജീവനും എവിടെ? നാവിന്റെ അധികാരത്തിന് കീഴിൽ. ആരത്? അത് ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യുന്നു? അനുഭവിക്കുന്നു. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 36-37 വാക്യം വായിച്ചാട്ട്. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് അടുത്തത്. പിന്നെ നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുവാനും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുവാനും ഇടയായിത്തീരും. അപ്പോൾ എന്താണ് ഒരു വാക്ക്? മരണവും ജീവനും എവിടെയാ? പറഞ്ഞോ, കുഴപ്പമില്ല, എവിടെയാ? നമ്മുടെ നാവിന്റെ അധികാരത്തിന്റെ കീഴിൽ. നിന്റെ വാക്കിനാൽ നീതീകരിക്കപ്പെടുവാനും നിന്റെ വാക്കിനാൽ കുറ്റം വിധിക്കപ്പെടുവാനും ഇടയായിത്തീരും. അപ്പോൾ എല്ലാം എവിടെയായിരിക്കുന്നത്? ഈ നാക്കിലാണ്. ദൈവവചനത്തിൽ നിന്ന് കൊണ്ടുവന്ന് നെഗറ്റീവ് ആദ്യം പറയാം, പോസിറ്റീവ് രണ്ടാമതും പറയാം. ഞാൻ അവസാനിപ്പിക്കാം, സമയത്ത് വിഷമമില്ല. നെഗറ്റീവ് ആദ്യം പറയാം. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വാക്യം വായിച്ചാട്ട്. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 1 മുതൽ 3 വരെ വായിച്ചാട്ട്. അടുത്ത വായില്ല, മയക്കുള്ളവരുണ്ട്, മയക്കിലങ്ങ് വായിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. 4 പേര് കേട്ടോ. വചനം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വായിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, കേൾക്കുന്നവർ ഭാഗ്യവാന്മാരാ, അനുസരിക്കുന്ന ഭാഗ്യവാന്മാരാ. അങ്ങനെ ദൈവത്തിന് വായിക്കുന്നത് നല്ലതാണ്. പിന്നെ വായിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കിയിരിക്കരുത്, എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കണം. അപ്പോൾ സഭയൊക്കെയും ഉറക്കം നിലവിളിച്ചു. ജനമാ രാത്രി മുഴുവനും കരഞ്ഞു. പിന്നെ ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെ അവരോട് മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയെങ്കിൽ കൊള്ളാമായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ വെച്ച് മരിച്ചു പോയെങ്കിൽ കൊള്ളാമായിരുന്നു. ആരാ പറയുന്നത്? ഇസ്രായേൽ മക്കൾ. ബാക്കിലോട്ട് ഞാൻ ഒരുപാട് പറയാൻ പോകുന്നില്ല. ഇസ്രായേൽ മക്കളെ ദൈവം തമ്പുരാൻ പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത് മരുഭൂമിയിൽ കുഴിച്ചിടാനല്ല, പിന്നെയോ അവിടെ കൊണ്ടെത്തിക്കാനാ. എവിടെ? പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ആ വാഗ്ദത്ത ദേശത്ത് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ മിസ്രയീമിന്റെ ഇരുമ്പ് ചൂടുകളിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്. ഇവരെന്താ പറയുന്നത്? ഇവിടെ വെച്ച് മരിച്ചാൽ മതിയെന്ന്. വാക്യം വായിക്കണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 23-ാം വാക്യവും എസെക്കിയേൽ പ്രവചനം 20-ാം അധ്യായം 6-ാം വാക്യം ഒന്ന് വായിച്ചാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 23-ാം വാക്യവും
ശക്തിയില് 26 വാക്യം. ഞങ്ങളെയോ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം തരുവാൻ അതിൽ കൊണ്ടുവന്ന് ആക്കേണ്ടതിന് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കേണ്ടതിന് ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോടെ രക്ഷിക്കേണ്ടതിനുമായി നാം നമ്മുടെ ദൈവമായ എന്തിനാ പുറപ്പെടുവിച്ചത്? വാക്യം നോക്കിയിരിക്കല്ലേ. ഇത് എന്തിനാ പുറപ്പെടുവിച്ചത്? അവിടെ കൊണ്ട് എത്തിക്കാൻ. എവിടെ? വാഗ്ദത്ത ദേശം, കനാൻ ദേശം കൊണ്ട് എത്തിക്കാനാണ് ദൈവം തമ്പുരാൻ ഇരുമ്പ് ചൂടയിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളം കൊടുത്ത് മന്നായും കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന്. എന്തിനാണെന്ന് ചോദിച്ചാൽ മരുഭൂമിയിൽ കുഴിച്ചിടാനല്ല, അവിടെ കൊണ്ടെത്തിക്കാനാണ്. ദൈവം നിന്നെ പുറപ്പെടുവിച്ചെങ്കിൽ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്തോ? ഉദ്ദേശത്തെ മാത്രം നോക്കി നിന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. മറ്റൊന്നും നോക്കേണ്ട യാതൊരു കാര്യമില്ല. നീ കർത്താവിനെ സ്നേഹിപ്പാൻ ഇറങ്ങി തിരിച്ചെങ്കിൽ കർത്താവ് ഇറക്കി നിന്നെ കൊണ്ടുവന്നൊരു പർപ്പസ് ഉണ്ട്. ഒറ്റ കാര്യം മാത്രം, അവിടെ കൊണ്ടെത്തിക്കാൻ. ഞാൻ അവരെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരിക്കുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈ ഉയർത്തി സത്യം ചെയ്യും. ആ നാളുകളിൽ ദൈവം എന്ത് ചെയ്തു? കൈ ഉയർത്തി. ഇവരെന്താ ഇവിടെ പറയുന്നത്? ഇപ്പം എന്താ പറയുന്നത്? മിസ്രയീമിൽ മരിച്ചെങ്കിൽ ഇപ്പൊ എവിടെ വെച്ച് മരിച്ചാൽ മതി? ഇവിടെ വെച്ച് മരിച്ചാൽ മതി. എന്തിനാ പുറപ്പെട്ടത്? എന്തിനാ പുറപ്പെടുവിച്ചത്? ദൈവം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് എത്തിക്കും ദൈവം. സംശയമില്ല. അതിന്റെ ഇടയ്ക്ക് തന്നെ പ്രതിഷേധത്തോട് നടന്ന് നീ പിറുപിറുക്കാനും കുറ്റം പറയാനും പരാതി പറയാനും ദൈവത്തെ പഠിക്കാനും വഴി ഉണ്ടാക്കാതെ വേണ്ട. ദൈവം തമ്പുരാനെ വിളിച്ചിറക്കിയെങ്കിൽ, ദൈവം തമ്പുരാനെ നിന്നെ കൊണ്ടുവന്നെങ്കിൽ തീർച്ചയായും അവിടെ കൊണ്ടെത്തിക്കുവാൻ എന്നെ ദൈവം വിശ്വസിക്കണം. ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പോകാൻ കടപ്പാടാണ് നമുക്കുള്ളത്. ഇതിലെന്താ പറയുന്നത്? മരിച്ചാൽ മതി. കാരണം ആദേശവാർത്തായി വന്നു കഴിഞ്ഞപ്പോൾ ദേശം ഒത്തു നോക്കാനായിട്ട് അവരെ അയച്ചു. മോശയ്ക്ക് ബോധിച്ചുകൊണ്ടാണ്. കാരണം ആവർത്തന പുസ്തകം 1-ാം അധ്യായം വീട്ടിൽ ചെന്ന് വായിക്കണം. അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, അവര് ചെന്ന് മോശയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങൾ അവിടെ നിന്ന് പോയി കണ്ടേച്ച് വരട്ടെ എന്ന്. ദൈവത്തിന്റെ പണമല്ല, ദൈവത്തെ പറയാൻ വാഗ്ദത്തം നൽകിയ ആ ദേശത്തിനകം പോയി കാണേണ്ട കാര്യമില്ല. പോയി അവകാശമാക്കിയാൽ മാത്രം മതി. ദൈവം എന്ന വാഗ്ദത്തം എന്താണെന്ന് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവകാശമാക്ക്. ആകെ കുത്തുതോന്ന് നമ്മുടെ കാര്യമൊന്നുമില്ല. ഈ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഒരു സാധനം കൊടുത്തേച്ച് തുറന്നു നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ തുറന്നു നോക്കും. ഈ ഹ്യൂമൻ നേച്ചർ അല്ലേ നമ്മുടെ. ചെയ്യലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെപ്പോഴും മണ്ണോട് ബന്ധപ്പെട്ടല്ലേ കഴിഞ്ഞു കൂടുന്നേ അല്ലേ? മണ്ണോട് ഈ മാറുന്നവര് എന്നോട് ബന്ധപ്പെട്ട എത്ര വികാരങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയോട് എനിക്ക് നല്ലപോലെ അറിയാം. ഒരു കാര്യം ഓർത്തോളണം, ദൈവത്തിന്റെ പോലെ ദൈവം നിങ്ങൾക്ക് തരാൻ അവകാശമായത് എന്തെന്ന് തുന്നിച്ചു നോക്കണ്ട. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. അവകാശമാക്കിയാൽ മാത്രം മതി. വിശ്വാസം പ്രാപിച്ചെടുക്കണം, വിശ്വാസം പുറകെ പോകണം. ചില ബുദ്ധിമുട്ടെന്ന് എനിക്കറിയാം. എനിക്ക് നമ്മുടെ ഭൗതിക കാര്യത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഈ ഒരു ഫിലോസഫികളുണ്ട് ഭൗതികം എന്നുള്ള നിലയിലേക്ക് പോകുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഭൗതികം ദൈവം തരുന്നത് അനുഗ്രഹമല്ല, നന്മയാണ്. അങ്ങനല്ലേ? ഭൗതികം നന്മയാണ്, അനുഗ്രഹമല്ല. അനുഗ്രഹം ആത്മീയമാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന നന്മ നൽകും, തീർച്ചയായിട്ടും നൽകും. ദൈവം അവിശ്വസ്തനല്ല. പിതാക്കന്മാർ പുസ്തകത്തോട് ഇറങ്ങി തിരിച്ചു. ആ പിതാക്കന്മാരുടെ നടപ്പും രീതികളുടെ തലമുറയ്ക്ക് ദൈവം തമ്മിൽ നന്മ ചെയ്തിട്ടുണ്ട്. നന്മ കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തെ വിട്ടുപോയി അവര്. കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന ഉപദേശം ഒന്നും പിറക്കല്ലേ. അബ്രഹാം നന്മ എവിടുന്നാ കിട്ടിയേ അറിയാമോ? ആശു അറിയാമോ? മിസ്രയിൽ പോയപ്പോ എങ്ങനെയാ കിട്ടിയേ? അറിയാമെന്ന് പറ. ഭാര്യ പെങ്ങളാന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് ഇറങ്ങിയ ഭാര്യ പിടിച്ചോണ്ട് പോയി, പറവം പിടിച്ചോണ്ട് പോയി. സാരാ മുഖാന്തരം അബ്രഹാമിന് നന്മ ചെയ്ത വായിക്കുന്നത് വീട്ടിൽ വായിച്ചു നോക്കാം.
ആട് മാട് പിന്നെ ദാസിദാസന്മാർ അതിന്റെ കൂട്ടത്തിൽ ആകാരനെ കിട്ടി. മനസ്സിലായല്ലോ? ദൈവത്തിന്റെ പൈതലെ ദൈവം തരുന്ന നേരായ നന്മ മാത്രം മതി എന്നത്. ഇത് വന്നതുകൊണ്ടാണ് ഈ പവനമോനോട് അടിപിടി ആരുടെ ലോകത്തിന്റെ മോന് അവന് കിട്ടി, ഇദ്ദേഹത്തിന് കിട്ടി, രണ്ടുപേരോട് അടിപൊളി. എന്നാൽ ദൈവത്തിന്റെ ഭൗതിക നമുക്ക് ആവശ്യമാണ്. ദൈവം നമുക്ക് അന്നന്നത്തേക്കൂടെ തന്നിരിക്കും. ഒന്നും വിഷമിക്കരുത്. ഏത് ഭാര്യകൾ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അലറുന്ന സിംഹത്തിനും കരയുന്ന കാക്കക്കുഞ്ഞിനും അതാത് സമയത്ത് ആഹാരം ദൈവത്തിന് വചനമുണ്ടെങ്കിൽ പിന്നെ നടക്കാൻ ദൈവത്തിന് വിശ്വാസമാണ്. എല്ലാ വാതിലും അടഞ്ഞോടെ നീ ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ നടുവിൽ ദൈവം നമ്പുരാൻ നൂല് നടക്കുമെന്ന് ചോദിച്ചാൽ നൂല് നടക്കി നടന്നവനാണ് ദൈവം. വിശ്വസിക്കാൻ മാത്രം മതി. 54 വർഷത്തെ അനുഭവം ഞാൻ വിളിച്ചു പറയാം, സന്തോഷത്തോടെ വിളിച്ചു പറയാം. കാരണം മനുഷ്യന്റെ മുഖത്താണ് നീ നോക്കേണ്ടത്, ദൈവത്തിന്റെ മുഖത്ത് നോക്ക്. മനുഷ്യനെ ആശ്രയിക്കണം, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുമെങ്കിൽ വിശ്വസ്തനായ ദൈവം തമ്പുരാൻ തക്ക സമയത്ത് നല്ല വിശ്വസ്തനാണെന്ന് ധൈര്യത്തോടെ ഞാൻ വിളിച്ചു പറയാം. നന്മയ്ക്ക് വേണ്ടി ആർത്തി വിട്ടു പോകരുത്. മലപ്പുറത്തോടെ പോകുന്നതിനോടെ നിർത്താം. അപ്പോൾ നന്മ കിട്ടുന്നത് അനുഗ്രഹമല്ല, നന്മയാണ്. ഭൗതികം വീണ്ടും പറ, നന്മയാണ്, അനുഗ്രഹമല്ല. അനുഗ്രഹം ആത്മീയമാണ്. ആത്മീയം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ദൈവമക്കളാൻ അധികാരം കൊടുത്തു, വിശ്വാസത്തിന് ശേഷം നമ്മൾ സ്നാനപ്പെടുന്നു, വിശ്വസിക്കുന്നതിന് നൽകുന്ന പരിശുദ്ധാത്മാവ്. ഇതെല്ലാം അനുഗ്രഹമാണ്. ദൈവത്തിന് വേണ്ടി അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്ക് മാത്രമേ അതിന് നന്മ ഞാൻ അറിയത്തുള്ളൂ. പ്രാപിക്കാത്തവരൊന്നും പറഞ്ഞവർക്ക് മനസ്സിലാകത്തില്ല, പ്രാപിച്ച് നഷ്ടപ്പെടുത്തവർക്ക് ഒട്ടും മനസ്സിലാകത്തില്ല. എന്നാൽ അഭിഷേകം പ്രാപിച്ച ദൈവങ്ങൾക്ക് അറിയാം അതിന്റെ സന്തോഷം എന്താണെന്ന്. ദൈവസ്ഥലം മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ എന്താ സംസാരിക്കുന്നത് അറിയത്തില്ലെങ്കിലും ആത്മാവ് ഉച്ചയിച്ചുകൂടാത്ത ജനങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തോട് സംസാരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വലുത് അഭിഷേകം പ്രാപിച്ച അതിന് അനുഗ്രഹമാണ്. നവംബർ മാസം രാത്രി 9 മണിക്കാണ് അഭിഷേകം പ്രാപിച്ചത്. 58 നവംബർ മാസം രാത്രി 9 മണിക്ക്. ഇന്ന് രാവിലെ 5 വർഷം പറഞ്ഞതാണ്. അതിന്റെ അടുത്തിരിക്കുന്ന ആൾക്ക് ഒരു ഗുണമുണ്ടാകത്തില്ല, എനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുന്നു. പോട്ടെ, ഞാനവിടെ ഒച്ചുനാക്കാൻ പോയിച്ചു വന്ന് 10 പേര് പറഞ്ഞു. അവിടെ ആരെ കണ്ട്? ഞങ്ങൾ അനാഥ്യമല്ലന്മാരെ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾക്ക് എന്ത് തോന്നി അറിയാമോ? എന്ത് തോന്നി? കെട്ടുകളെ ഞങ്ങൾക്ക് തോന്നി, അവർക്കും തോന്നി. അവർക്കും തോന്നി, ഞങ്ങൾക്കും തോന്നി. അതിന്റെ നടുവിൽ കാലം ഒന്നുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ പോയാൽ നമുക്ക് കൈവശമാക്കാൻ കഴിയും. 10 പേര് നെഗറ്റീവ് ആണെങ്കിൽ 2 പേര് പോസിറ്റീവാണ്. 10 പേരും അദ്ദേഹത്തിന്റെ ഹൃദയം ഒരുക്കുമ്പോൾ ഇപ്പോഴത്തെ പറയുന്നത് ഇപ്പൊ പോയാൽ നമുക്ക് കൈവശമാക്കാൻ കഴിയും. കാരണം ദൈവം നമുക്ക് തന്നത് ആ ദേശമാണ്. ഇസ്രായേലിൽ വെച്ച് മരിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ വെച്ച് മരിക്കണം. 26, 27 വാക്യം വായിച്ചാട്ട്. സംഖ്യാപുസ്തകം 26 വാക്യം വായിച്ചാട്ട്. യഹോവ പിന്നെയും മോശയോടും മക്കളോടും അരുളി ചെയ്തത്, ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പിറുപിറുക്കുന്നു. ഇസ്രായേൽ മക്കൾ എനിക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ എനിക്ക് വിരോധമായി പിറുപിറുക്കാൻ കേട്ടിരിക്കുന്നു. പിന്നെ അവരോട് പറവിൻ, ഞാൻ കേൾക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ. ഞാൻ കേൾക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നോട് നോക്കിയിരിക്കണം. എന്താ പറഞ്ഞേ? ഇതിലെന്തുവാ പറഞ്ഞേ? എന്തോ പറഞ്ഞേ? പറഞ്ഞു, മരുഭൂമിയിൽ വെച്ച് ഇസ്രായേലിൽ വെച്ച് മരിച്ചെങ്കിൽ മതിയായിരുന്നു, ഇപ്പോൾ മരുഭൂമി വെച്ച് മരിച്ചാൽ മതിയെന്ന്. അപ്പൊ ദൈവത്തെ പറഞ്ഞു എന്ത് പറഞ്ഞു? അവർ പറഞ്ഞതുപോലെ ഞാൻ അവർക്ക് ചെയ്യും. 20 വയസ്സിന് മുകളിലുള്ളതായ കാലേബും യോശുവയും ഒഴിച്ച് ബാക്കി മുഴുവൻ മരുഭൂമിയിൽ കുഴിച്ചിടാനിടയായി തീർന്നു. വാക്ക് സൂക്ഷിച്ച് സംസാരിക്കാവോ? വായിന്ന് വീണുപോയി. എന്ത് വീണു? വിളിച്ച് മരിച്ചാൽ മതിയല്ല. ഞാൻ കേട്ടെ, വാക്കിനാൽ നീതീകരിക്കപ്പെടുവാനും വാക്കിനാൽ കുറ്റം വിധിക്കുവാനിടയായി തീരും. മരണവും ജീവനും എവിടെ? അവന്റെ അധികാരത്തിന്
പിലാത്തോസ് ചോദിച്ചു, യേശു എന്താ ചെയ്യണം? അവനെ ക്രൂശിക്കാം. പിലാത്തോസ് കൈ കഴുകിട്ട് പറഞ്ഞു, ഞാൻ എന്റെ കൈ കഴുകുന്നു, എനിക്കിതിൽ അതില്ല. അവരെന്ത് വിളിച്ചു പറഞ്ഞു? അവന്റെ രക്തം ഞങ്ങളുടെ മേലും സ്വന്തമാണെന്ന് വരട്ടെ. തീർന്നോ? 2000 വർഷം കഴിഞ്ഞിട്ട് അവർ വിളിച്ച് വാങ്ങിച്ചതാണ്. ദൈവമക്കളെ, വിശ്വാസികളെ സ്നേഹിക്കുന്നില്ലേ? ഒരു വാക്ക് പറയുമ്പോൾ സൂക്ഷിച്ചു കൊള്ളണം. നാം ഭൂമിയിലും അവൻ സ്വർഗത്തിലും. അബദ്ധവാശാൽ വന്നുപോയെന്ന് അവനോട് പറയാൻ നോക്കത്തില്ല, ഭാഷയോട് പറയാൻ നോക്കും, അല്ല വിശ്വാസത്തോട് പറയാൻ നോക്കും. അവനോട് പറയാൻ നോക്കിയില്ല. കാരണം കേട്ടോണ്ടിരിക്കുക. മരണം ജീവനും ഇവിടെ നമ്മുടെ കയ്യിലാണ്. നമ്മുടെ കയ്യിലന്നേ വേറെ പോലെ നമ്മുടെ കയ്യിലാണ്. നമ്മളെ തീരുമാനിക്കണം മക്കളോ ജീവിക്കണം എന്നുള്ള കാര്യം. ഓടിച്ചു വാ. ഒരിക്കലും നമുക്കറിയാൻ മോളെ കൊണ്ട് രാവിക്കൊണ്ടിരിക്കുമ്പോൾ എന്റെ ധർമ്മഹാത്മ്യത്തിനായി നിർമ്മിക്കപ്പെട്ട മഹദിയം ബാബയെ ഹല്ലയോ എന്ന ഒരൊറ്റ വാക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശബ്ദം രാജത്വം നീക്കിയിരിക്കുന്നു. വാക്ക് സൂക്ഷിച്ചോണം. ഞാൻ മരിക്കട്ടെ, നീ മക്കളില്ല. മക്കളെ ഗുഹയിൽ ചെന്ന് നടക്കാൻ ഒത്തില്ല. അവിടെ വഴിയിലിറങ്ങിയത് ഓർത്തോണം. നെഗറ്റീവാണ് ഞാൻ പറഞ്ഞത്. പോസിറ്റീവ് വരാം. ഓക്കെ, പോസിറ്റീവ് അല്ല, നെഗറ്റീവ്. ഇവിടെ വെച്ച് മരിക്കട്ടെ. ഓക്കെ, ഞാൻ കേട്ടു. അവർക്ക് ഞങ്ങളുടെ പേര് ഞങ്ങളുടെ മക്കളിൽ വരട്ടെ. ഇപ്പോഴും എന്നാൽ ഇതെന്ന് ചോദിച്ചാൽ ഉറ്റവരിലേക്ക് നോക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് തീരത്തുള്ള അവർ ചോദിച്ചു വാങ്ങിച്ചതാ. പോസിറ്റീവ് വരാം. ശതാധിപൻ യേശുക്രിസ്തുവിന്റെ അടുക്കി എന്ന് എന്റെ ബാല്യക്കാരൻ ഈനമായി കിടക്കുന്നു, സൗഖ്യമാക്കണമെന്ന് പറഞ്ഞു. യേശു എന്ന് പറഞ്ഞു, ഞാൻ സൗഖ്യമാക്കാം. അപ്പൊ യഹൂദന്മാർ പറഞ്ഞു, ഞങ്ങളൊരു പള്ളി കൂടെ തീർത്ത് തന്നിട്ടുണ്ട്, അവൻ യോഗ്യനാണെന്ന് പറഞ്ഞു. അപ്പൊ ശതാധിപൻ എന്ന് പറഞ്ഞു, എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഈ ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരൻ സൗഖ്യം തരും. നെഗറ്റീവല്ല, പോസിറ്റീവാണ്. ഈ ഒരു വാക്ക് കൽപ്പിച്ചാൽ, കാരണം കർത്താവിന്റെ ശക്തി എന്താണെന്ന് അവന് നല്ലപോലെ അറിയാം. അവരോടൊരു വാക്ക് കൽപ്പിച്ചാൽ മൈലിൽ കവർന്നു കിടക്കുന്നതിന് ബാല്യക്കാരൻ സൗഖ്യം വരുമെന്ന് വിശ്വാസം വിളിച്ചു പറഞ്ഞത്. യേശുവിനെ മറുപടി കേൾക്കണം, പോരാ, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയത്ത് ബാല്യക്കാരൻ സൗഖ്യമായി. ദൈവത്തിൽ വിശ്വാസം വിളിച്ചു പറയാ. വിശ്വാസം വിളിച്ചു പറയാ. അവിശ്വാസം പറയാം. വിശ്വാസം വിളിച്ചു പറയാ. വിശ്വാസം വിളിച്ചു പറയുമെങ്കിൽ വിശ്വാസം അനുസരിച്ച് പ്രവർത്തികളാണ് ദൈവം. അവിശ്വാസം പറഞ്ഞ് നശിക്കുന്നതിനേക്കാൾ വിശ്വാസം വിളിച്ചു പറയാം. രാജാവ് ചോദിച്ചു, എന്റെ കയ്യിൽ നിന്ന് വിടിവിപ്പാൻ കഴിവുള്ള ദേവൻ ആര്? എന്ത് പറഞ്ഞു? ഞങ്ങൾ എവിടുത്തുകാരാണെന്ന് ഞങ്ങൾക്കറിയാം, എവിടാണെന്ന് ഞങ്ങൾക്കറിയാം, എങ്ങോട്ടാ പോകുന്നത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ആര്? സത്യദൈവത്തെ ആരാധിക്കുന്ന യഹൂദന്മാർ. എവിടെയാണ്? ബാബലോണിലാണ് ഞങ്ങൾ ഇപ്പോഴ്. എങ്ങോട്ടാ പോകുന്നത്? ഏവി നദിച്ചോട് നടുവിലേക്ക് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്കറിയാം രാജാവേ എന്ന ഉത്തരം പറയാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവം എന്താ വിളിച്ചു പറയുന്ന വിശ്വാസം? ഞങ്ങൾ സേവിക്കുന്ന ദൈവം രാജാവിന്റെ കയ്യിൽ നിന്നും ഈ തീച്ചോട് ഞങ്ങൾ വെടിവെക്കും. ഇല്ലെങ്കിലും രാജാവിന്റെ സ്വർണ്ണത്തിന് മുമ്പ് ഞങ്ങൾ വണങ്ങിയത് വിശ്വാസം വിളിച്ചു പറഞ്ഞു. തീച്ചോട് നിന്നുള്ള വിശ്വാസം വിളിച്ചു പറഞ്ഞെങ്കിൽ സ്വർഗസ്ഥനായ ദൈവം വാക്ക് കേട്ടിട്ട് തീ കൊണ്ടുകൊണ്ട് ഇറങ്ങി വന്നെങ്കിൽ ആ ദൈവത്തെ സേവിക്കുന്നത്. നടക്കത്തില്ല 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 നടക്കുന്നില്ല പറഞ്ഞോട് നടക്കുന്നതിനേക്കാൾ നടക്കുന്ന 10 പ്രാവശ്യം പറയാമെങ്കിൽ നിന്റെ അകത്ത് വിശ്വാസം വരും. ദൈവം പറഞ്ഞ് സഹായിക്കും. പ്രതികൂലങ്ങളെ നോക്കിക്കൊണ്ട് പ്രതികൂലങ്ങളെ കുറിച്ച് പുലർത്തിക്കൊണ്ട് നടക്കാതെ നീ എന്ത് വിളിച്ചോളാം? അതിനോട് പ്രവർത്തിക്കുന്ന ദൈവമാണ് വിളിച്ചോളാം.
എന്നോട് പറഞ്ഞു, നിന്റെ വേഷം കണ്ട ഏത് സാരം നിന്റെ പുറകെ വരാൻ തോന്നി. എല്ലാവരും അല്ല കേട്ടോ. ഇടയ്ക്ക് ഒരു പെണ്ണ് ബസ് നിറച്ചിട്ട് ഒറ്റ കയറി പിടിച്ചു. അവൻ അടിയും കൊടുത്ത് 2000 മണിക്കായി സ്റ്റേഷനിൽ ചെന്നു. അമ്മ വിളിച്ചിരുത്തി. പോലീസുകാർ പറഞ്ഞു, പിന്നെ ഈ വേഷം തെറ്റിപ്പിച്ച് കിട്ടാൻ ഇനി അവളെ പിടിക്കുന്നുണ്ട്. വിഷമിക്കല്ലേ, ഭാരപ്പെടല്ലേ. ദൈവത്തിന്റെ വരെ യോഗ്യമായ വേഷം തന്നെ നടക്കണം. നഗ്നത മറച്ചു നടക്കണം. കാണിക്കാൻ നടക്കില്ല. ജീവശൂന്യന്റെ കടപ്പാടാണ്. ഈ ചുവന്നടിയിൽ വരുമ്പോഴും ഒക്കത്തിലൊക്കെ വിലപിടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അവരെന്ത് പറഞ്ഞു? ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങൾ വിധിക്കും വിടുന്നില്ല. രാജാവിന്റെ പേര് ഈ ചോദ്യം വിടുവിക്കും. ആ പ്രഖ്യാപനമാണ് അവരെ രക്ഷിച്ചത്. ദൈവത്തെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വിശ്വാസം വിളിച്ചു പറ, ഒന്നും പേടിക്കേണ്ട, വിളിച്ചു പറ. ദൈവം തന്നെ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിവുള്ള തന്നെ. ഞാനിവിടെ നിൽക്കുന്നതിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 7-ാം തീയതി ബോംബെയിലുള്ള ഗ്രാജുവേറ്റ്സ് എല്ലാം വിളിച്ച് 45ഓളം ഗ്രാജുവേറ്റ്സ് ബോംബെയിലുണ്ട്. അവരുടെ എന്നെ ആഗ്രഹിക്കാൻ വേണ്ടി വിളിച്ച 45 പേര് ബോംബെയിലെ മാത്രം. ചിലത് വാക്കല്ലേ കൊടുത്ത് എനിക്ക് സുഖമില്ലാതായി. ഉൾപ്പെടെ എടുത്തിട്ടേച്ച് ഞാൻ ഗ്രാജുവേറ്റ്സിനോട് പറഞ്ഞു, നിങ്ങൾ കുറവാണ്. എങ്കിലും ഞാൻ പോയി തീരെ മതിയ. ശനിയാഴ്ച രാവിലെ ഇംഗ്ലീഷ് മീഡിയം എക്സ്ട്രാ പ്രോഗ്രാം തുടങ്ങി. എല്ലാം കൂടെ കയറി വല്ല തന്നെ ഉണ്ടാകുന്നവൻ്റെ എനിക്കിങ്ങനെ സാരമില്ല. കൊച്ചുങ്ങൾക്ക് അതേ പേടിക്കണ്ട. വൈകിട്ട് 6:30 സംബന്ധിച്ച് ഹോട്ടലിൽ ചെന്നു. 2 മണി വരെ പഠിച്ചു. 2 മണി വരെ ഞാൻ പറഞ്ഞു, മാത്യു പ്രസംഗിച്ചോ. ഞാൻ ചെന്ന് ഒരൊറ്റ എഴുതിട്ടുണ്ട്. പ്രാർത്ഥന എഴുതില്ല, സ്വന്തരാഴ്ച എഴുതിയിട്ടില്ല. എനിക്ക് എഴുതാൻ വേണ്ടി ഒന്ന് ഉപയോഗിക്കുന്നു. അത് സമയത്തുള്ള 12 എടുത്തു. എന്തായാലും 10 വാക്ക് പറയണ്ട. പൊതുസഭയെ വിളിച്ചുകൊണ്ടിരിക്കുക. ആ ഏരിയയുള്ള ശിവാജനെ ശിവശമാരെ കൂട്ടിയിരിക്കുക. എന്തെങ്കിലും പറയണ്ടേ. ഞാൻ മേശ അടുപ്പിച്ച് കസരടിച്ച് പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. മുമ്പ് പാട്ടെന്ന് പറഞ്ഞു. 1/2 മണിക്കൂർ പരിശോധന പ്രശ്നങ്ങൾ ഞാൻ പ്രസംഗിച്ചു. ദൈവം എന്നെ സൗഖ്യമാക്കാൻ തുടങ്ങി അവിടെ ഇരിക്കുന്നത്. എന്നെ മാത്രമല്ല, അനേക ദൈവം പകരക്കാരെ സൗഖ്യമാക്കി. 3 ആഴ്ച കൂടെ അന്ന് കൂട്ടാണ്ട് ചെയ്യാനാണ്. ആരോഗ്യം ഇന്ന് ദൈവം തന്നതുകൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിന്റെ പൈതലെ അസാധ്യങ്ങളെ അസാധ്യമാക്കുന്ന ദൈവം ജീവിക്കുന്നു. മനുഷ്യന് അതിന്റെ മുമ്പിൽ അസാധ്യമെന്ന് തോന്നി നീ വിധി മാറ്റി എഴുതെങ്കിൽ എഴുതിട്ട് പറ, എന്റെ ദൈവം എന്ന് വരാൻ അതിലേക്ക് സാധിച്ചു തരുമെന്ന്. എന്റെ ദൈവം എന്ന് വരാൻ എന്നെ വിടുവിക്കുമെന്ന്. ആ പ്രശ്നം നോക്കോട്ട് പറ, ഈ പ്രശ്നം ദൈവം എന്നെ വിടുവിക്കുമെന്ന് പറ. വിശ്വാസം വിളിച്ചു പറ. നിരാശയുടെയും എല്ലാ വാക്കുകൾ വിട്ട ശേഷം വിളിച്ചു പറ. 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കണ്ടിട്ട് അതിനോട് പൗലോസ് എന്ന് പറഞ്ഞു, എന്റെ ഉടയവനും ഞാൻ സേവിച്ചെടുക്കുന്നവനായ എന്റെ ദൈവത്തിന്റെ ദൂതൻ കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു, കപ്പലിനല്ലാതെ ഓരോരുത്തർക്കും ദോഷമില്ലാണ്. 275 പേരെയും ഞാൻ നിനക്ക് ദാനമായി തന്നിരിക്കുന്നു. അവൻ വിളിച്ചു പറഞ്ഞു, അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമക്കളെ, ജീവിതത്തിൽ പ്രശ്നമുണ്ട്, ഭാരമുണ്ട്, പോരാട്ടങ്ങളുണ്ട്. ഒക്കെ നമ്മൾ വരുന്ന സമയത്തും പുറപുറക്കാതെ, ദൈവത്തെ പഴി പറയാതെ, പരാതി പറയാതെ എന്ത് പറയാം? എന്റെ ദൈവം അതിന്മേൽ ജയം എനിക്ക് തരും. എന്റെ ദൈവം അതിന്മേൽ എനിക്ക് ജയം തരും. എന്റെ ദൈവം അതിന്മേൽ എനിക്ക് ജയം തരും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിനകത്ത് ക്രിയ ചെയ്ത് വരട്ടെ. നിരാശപ്പെടുന്ന 100 സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അവിടെ ഒന്നും ഭാരപ്പെടരുത്. മരണവും ജീവനും എവിടെ? നാം എന്റെ അധികാരത്തിന് കീഴിൽ. അത് ഇഷ്ടപ്പെടുന്ന ഫലം അനുഭവിക്കും. നിന്റെ വാക്കിനാൽ നീതീകരിക്കപ്പെടുവാനും നിന്റെ വാക്കിനാൽ കുറ്റം വിധിക്കപ്പെടുവാനിടയായിത്തീരും. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം ഇവിടെ വായിക്കും. 12-ാം വാക്യങ്ങൾ വായിച്ചാൽ, യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യങ്ങൾ വായിച്ചാൽ, യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12-ാം വാക്യം. എന്നാൽ യഹോവ
അമോര്യരെയും ഇസ്രായേൽ മക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം യോശുവ യഹോവയോട് സംസാരിച്ചു. ഇസ്രായേൽ മക്കൾ കേൾക്കെ, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. സൂര്യ നീ ചന്ദ്ര നീ അവിടെ നിൽക്കുന്നത്. ആരാ സംസാരിക്കുന്നത്? മനുഷ്യൻ. മനുഷ്യൻ. യോശുവ മനുഷ്യൻ. നീ അവിടെ നിൽക്കാം. അത് ചെയ്താകട്ടെ. ജനം തങ്ങളുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളം സൂര്യൻ നിന്നു, ചന്ദ്രനും നിശ്ചലമായി. ശൂരന്മാരുടെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യം. ഇങ്ങനെ സൂര്യൻ ആകാശത്തിന്റെ മധ്യേ ഒരു ദിവസം മുഴുവൻ അസ്തമിക്കാതെ നിന്നു. പിന്നെ യഹോവ ഒരു മനുഷ്യന്റെ വാക്കുകൾ അനുസരിച്ച് ആ ദിവസം പോലെ ഒരു മനുഷ്യന്റെ വാക്കുകൾ അനുസരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പൈതലെ ദൈവത്തോട് സംസാരിക്കാൻ നിനക്ക് കഴിയും. പ്രകൃതിയെ നിയന്ത്രിച്ച് നിർത്തുവാൻ മനുഷ്യന്റെ വാക്ക് പര്യാപ്തമായെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതല്, ചാരപ്പെട്ട ദൈവത്തിന്റെ പൈതല്, അഭിഷേകമായ ദൈവത്തിന്റെ പൈതല് നിനക്ക് കൽപ്പിക്കാം. മരണവും ജീവനും നാവിന്റെ അധികാരത്തിന്റെ കീഴിൽ ഇഷ്ടപ്പെട്ട ഫലം അനുഭവിക്കുന്നു. നിന്റെ വാക്കുകൾ നീതീകരിക്കപ്പെടുവാനും നിന്റെ വാക്കുകൾ കുറ്റം വിധിക്കപ്പെടിയായി തരും. കടന്ന സഹോദര സഹോദരി, പ്രശ്നം എനിക്ക് അറിയത്തില്ല. ആ പ്രശ്നം നോക്കി നിനക്കൊന്ന് പറയാമോ? എന്റെ ദൈവം പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് പറയാമോ? മറുപടി കാര്യമില്ല.